Entrance Physics 128. Questions from +2 topics. First one. In the figures shown, each circular loop is stationary, in which a changing magnetic field B, capital B, induces a current I. Choose the wrong figure. ഇതാണ് ചോയ്സുകൾ. സർക്കുലർ ലൂപ്പ്, ഇതിലെ കറണ്ട് ഇങ്ങനെ, ഈ കറണ്ട് ഇൻഡ്യൂസ് ചെയ്തത് അപ്വേർഡ് ഡയറക്ഷനിലുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ്, അതിൻ്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് ഇൻഡ്യൂസ് ചെയ്ത കറണ്ടാണ് ഇത് മാഗ്നറ്റിക് ഫീൽഡ് ഡിക്രീസ് ചെയ്തത് കൊണ്ട് ഇൻഡ്യൂസ് ചെയ്ത കറണ്ടാണ് ഇത് താഴോട്ട് ഡയറക്ഷനുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡാണ്, അത് ഇൻക്രീസിങ് സ്ട്രെങ്ത് ഉള്ള ബി, അതുകൊണ്ട് ഇൻഡ്യൂസ് ചെയ്ത കറണ്ടാണിത്. ഇൻക്രീസിങ് ബി അപ്വേർഡ്, അവിടെ ഇൻഡ്യൂസ് ചെയ്ത കറണ്ടാണ് ഇത്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഇതിപ്പോൾ ഒരു സർക്കുലർ കോയിലാന്നിരിക്കട്ടെ, എൻ്റെ അകമ്പൊള്ളയാന്നിരിക്കട്ടെ, ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു റൈറ്റ് ഹാൻഡഡ് സ്ക്രൂ, സാധാരണ സ്ക്രൂ, ഈ കറണ്ടിൻ്റെ കറണ്ട് ഇപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ആ ഡയറക്ഷനിൽ ഈ സ്ക്രൂ തിരിച്ചാൽ സ്ക്രൂവിൻ്റെ ടിപ്പ് എങ്ങോട്ടാണോ പോകുന്നത് അതാണ് മാഗ്നറ്റിക്, ഇതിലെ കറണ്ട് കൊണ്ടുണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. കറണ്ട് ഇങ്ങനെയാണെങ്കിൽ നോക്കി, സ്ക്രൂ അങ്ങനെയാണ് തിരിക്കുമ്പോൾ സ്ക്രൂവിൻ്റെ ടിപ്പ് മുകളിലോട്ട് പോവുക. അപ്പോൾ ഈ സർക്കുലർ കറണ്ട് കൊണ്ടുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് അപ്വേർഡാണ്. കറണ്ട് ഇങ്ങനെയാണെങ്കിൽ സ്ക്രൂ ഇടത്തോട്ട് തിരിക്കണം, അപ്പോൾ സ്ക്രൂവിൻ്റെ ടിപ്പ് താഴോട്ടാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സർക്കുലർ കറണ്ടിൻ്റെ ബിയ താഴോട്ടാണ്. ഇനി ഈ ഫിഗറിൽ ഇൻക്രീസിങ് ബിയാണ്, ഇൻക്രീസ് ബിയുടെ സ്ട്രെങ്ത് കൂട്ടിക്കൊടുക്കുക ഇവിടെ. അതുകൊണ്ട് ഇൻഡ്യൂസ് ചെയ്ത കറണ്ട് ഇങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഡയറക്ഷനിൽ സ്ക്രൂ തിരിച്ച് ഇൻക്രീസിങ് ബി ഇങ്ങോട്ട് കറണ്ടിൻ്റെ സെൻസ് ഇങ്ങോട്ട് ഇങ്ങനെ. അപ്പോൾ സ്ക്രൂ ഇങ്ങനെ വേണം തിരിക്കാൻ. അപ്പോൾ സ്ക്രൂവിൻ്റെ ടിപ്പ് താഴോട്ടാണ് വരുന്നത്. നമുക്കറിയാം, ഇൻഡ്യൂസ്ഡ് കറണ്ട് എപ്പോഴും അതിൻ്റെ കോസിനെ എതിർക്കും. ഇവിടെ ബി കൂട്ടിയത് കൊണ്ടുണ്ടായ ഇൻഡ്യൂസ്ഡ് കറണ്ടായത്. അപ്പോൾ ഈ ഇൻഡ്യൂസ്ഡ് കറണ്ട് കൊണ്ടുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഈ ഇൻക്രീസിങ് ബിയെ ഒപ്പോസ് ചെയ്യണം. അങ്ങനെ ഒപ്പോസ് ചെയ്യണമെങ്കിൽ ഈ കറണ്ട് കൊണ്ടുള്ള ഫീൽഡ് താഴോട്ട് വരണം, ഇതിന് ഒപ്പോസിങ് ആയിട്ട് വരണം, എങ്കിലേ ഈ ഇൻക്രീസിനെ അത് ക്യാൻസൽ ചെയ്യത്തുള്ളൂ, ഒപ്പോസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന കറണ്ട് ഡയറക്ഷൻ ഈ ഇൻക്രീസിങ് ബിക്ക് ടാലി ചെയ്യുന്ന ലെൻസസിലും അനുസരിച്ച് ടാലി ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ കറണ്ട് ഇങ്ങനെയാണ് സ്ക്രൂ, അപ്പോൾ തിരിക്കുമ്പോൾ സ്ക്രൂവിൻ്റെ ടിപ്പ് താഴോട്ടാണ് വരുന്നത്. അപ്പോൾ ഇൻഡ്യൂസ് കറണ്ട് ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് താഴോട്ടാണ്, അത് ഈ ഇൻക്രീസിങ് ബിയെ ഒപ്പോസ് ചെയ്യും, അപ്പോൾ കോസിനെ എതിർക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫിഗർ ശരിയാണ്. ഇവിടെ ഡിക്രീസിങ് ഫീൽഡാണ്, ഇവിടെ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇൻഡ്യൂസ് ചെയ്യുന്ന ഫീൽഡ് ഈ ഡിക്രീസ് ചെയ്യാൻ ഇതിനെ അനുവദിക്കരുത് എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ടുള്ള ഫീൽഡ്, ഈ ഇൻഡ്യൂസ്ഡ് കറണ്ട് കൊണ്ടുണ്ടാകുന്ന ഫീൽഡ് ഈ ഡയറക്ഷനിൽ ചെന്നിട്ട് വേണം ഈ ഡിക്രീസിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ. ഇവിടുത്തെ ആരോ ഇങ്ങനെ, അപ്പോൾ ഇങ്ങനെ സ്ക്രൂ തിരിക്കുമ്പോൾ സ്ക്രൂവിൻ്റെ ടിപ്പ് മുകളിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇൻഡ്യൂസ് കറണ്ടിൻ്റെ ഫീൽഡ് അപ്വേർഡായിട്ട് വരുന്നു, ഈ ഡിക്രീസിനെ ഒപ്പോസ് കോമ്പൻസേറ്റ് ചെയ്തുകൊള്ളും. അപ്പോൾ ഈ ഫിഗറും ശരിയാ. അടുത്തത് സി. ഇവിടെ കറണ്ട് ഇങ്ങനെ, ഇവിടെ ഇൻക്രീസിങ് ബിയാണ്.
അപ്പോൾ ഇവിടെ സ്ക്രൂവിൻ്റെ ടിപ്പ് തിരിക്കുമ്പോൾ അപ്വേഡ് ഈ കറണ്ടിൻ്റെ ഇൻഡ്യൂസ് കറണ്ടിൻ്റെ ഫീൽഡ് ഇവിടെ അപ്വേഡായിട്ട് കിട്ടൂ. അപ്പോൾ ഈ ഇൻക്രീസിങ് ബി അത് ക്യാൻസൽ ചെയ്യാൻ ശ്രമിക്കും. ലെൻസസ് ലോ അനുസരിച്ച് ശരിയാണ് ഈ ഫിഗർ. അപ്പോൾ ഈ 3 ഫിഗറും ശരിയാണ്. ഇവിടെ ഇൻക്രീസിങ് ബി ഇവിടുത്തെ സെൻസ് അനുസരിച്ച് ഈ സ്ക്രൂ ക്ലോക്ക് വൈസ് ആയിട്ടാണ് ഇരിക്കേണ്ടത്. അപ്പോൾ സ്ക്രൂ ഇൻഡ്യൂസ് കറണ്ടിൻ്റെ സ്ട്രെങ്ത് കൊണ്ടുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് മുകളിലോട്ട് തന്നെ വരും. ഇൻക്രീസ് ചെയ്യുന്നതിന് ഇത് എയ്ഡ് ചെയ്യുക, ഒപ്പോസ് ചെയ്യുന്നതിന് പകരം. അപ്പോൾ ലെൻസസിലും ഇവിടെ അനുസരിക്കില്ല. അപ്പോൾ ഈ ഫിഗർ ആണ് തെറ്റ്. അപ്പോൾ ഇവിടുത്തെ ചോയ്സ് ഡി ആണ്. ഇതാണ് കറക്റ്റ് ചോയ്സ്, ഡി. ഇത് വീട്ടിലിരുന്ന ഒരു സ്ക്രൂ എടുത്ത് കറണ്ടിൻ്റെ സെൻസും ഒക്കെ വെച്ച് ഒന്ന് നോക്കുക. ഫിഗർ ഇൻക്രീസിങ് ബി, ഡിക്രീസിങ് ബി, താഴോട്ട് ഇൻക്രീസിങ് ബി, ഇൻക്രീസിങ് ബി. കറണ്ടിൻ്റെ ആരോസ് ശ്രദ്ധിച്ച് നോക്കുക. ഇത് വരച്ച് വെച്ചുകൊണ്ട് ഇതനുസരിച്ച് നിങ്ങൾ എക്സാമിനേഷന് പെട്ടെന്ന് സ്ക്രൂ തിരിക്കുന്നതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് പെട്ടെന്ന് ആൻസർ ചെയ്യാം. അടുത്ത 2 conducting coils 1 and 2 are placed in a time changing magnetic field. ഞാനൊന്ന് വായിക്കാം. 2 conducting coils 1 and 2 are placed in a time changing magnetic field. Coil 2 has a small air gap. If the plane of the coils of each coil is perpendicular to the magnetic field, which of the following statements is true? Figure തന്നിട്ടുണ്ട്. Choice A. An EMF is induced in both coils. B. An EMF is induced in coil 1 only. E. Equal joule heating is in both. C. Joule heating is absent in both. ഇവിടെ ഇങ്ങോട്ട് ഡയറക്ഷനുള്ളൊരു ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡാണ്. അപ്പോൾ ഇൻഡക്ഷൻ നടക്കണം. ഇതൊരു ക്ലോസ്ഡ് കോയിലാവും, കോയിൽ 1. കോയിൽ 2 എയർ ഗ്യാപ്പ് ഉണ്ട്. ആദ്യത്തെ ചോയ്സ് an EMF is induced in both the coils. രണ്ടാമത്തെ കേസിൽ an EMF is induced in coil 1 only. ഗ്യാപ്പ് ഇല്ലാത്ത കോയിലിൽ മാത്രം. ഇവിടെ ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. രണ്ടിലും ഇൻഡ്യൂസ് EMF ഡെവലപ്പ് ചെയ്യും. ഇതിൽ ഇൻഡ്യൂസ് കറണ്ട് ഒഴുകില്ലെന്നേ ഉള്ളൂ, വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യും. ഈ ഒരു എൻഡ് പ്ലസും മറ്റേ എൻഡ് മൈനസുമായിട്ട് പൊളാരിറ്റി വരത്തക്കവണ്ണം അത് ഫീൽഡിൻ്റെ ചേഞ്ചിങ് രീതി അനുസരിച്ച് വരും. ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ അതിനനുസരിച്ച് ഇവിടെ പൊളാരിറ്റി ഒന്ന് ഇത് പ്ലസ് അല്ല മൈനസ് അല്ല ഇത് പ്ലസ് ഇത് മൈനസ്. അപ്പോൾ പൊളാരിറ്റി ഈ ഫ്രീ എൻഡിൽ ഗ്യാപ്പിൻ്റെ അവിടെ പ്ലസ് പൊളാരിറ്റിയും മൈനസ് പൊളാരിറ്റിയും വരത്തക്കവണ്ണം ഒരു EMF ഇവിടെ ഇൻഡ്യൂസ് ചെയ്യും, ഇവിടെ ഇൻഡ്യൂസ് ചെയ്യും. പക്ഷേ ഇവിടെ ഇൻഡ്യൂസ് കറണ്ട് ഉണ്ടാകും, ഇത് ക്ലോസ്ഡ് ആയതുകൊണ്ട്. ഇവിടെ കറണ്ട് ഉണ്ടാവില്ലെന്നേ ഉള്ളൂ, EMF രണ്ടിലും ഇൻഡ്യൂസ് ചെയ്യും. ബാക്കി സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം തെറ്റാ. രണ്ടിടത്ത് EMF ഇൻഡ്യൂസ് ചെയ്യും. പിന്നെ ജൂൾ ഹീറ്റിംഗ് ഇൻ ബോത്ത്, അത് ശരിയല്ലല്ലോ. രണ്ടാമത്തെ കോയിലിൽ ഗ്യാപ്പുള്ള കോയിലിൽ കറണ്ട് ഇല്ല, അപ്പോൾ ജൂൾ ഹീറ്റിംഗ് I²R നടക്കത്തില്ല. പിന്നെ ജൂൾ ഹീറ്റിംഗ് ഈസ് ആബ്സെൻറ്റ് ഇൻ ബോത്ത്, അതും ശരിയല്ല. ആദ്യത്തെ കോയിൽ കറണ്ട് ഉണ്ടാകുന്നുണ്ട്, അപ്പോൾ I²R ലോസ് ഉണ്ട്. അപ്പോൾ an EMF is induced in both coils എന്നുള്ളതാണ് കറക്റ്റ് ചോയ്സ്. The choice is A. Another one. A loop containing resistances R1 and R2 is placed in a time-changing magnetic field as shown in the figure. Choose the correct. A.
V1 ഈക്വൽസ് V2. V1 ഉം V2 എന്ന് പറഞ്ഞാൽ R1ൻ്റെ R2ൻ്റെ ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് R1ലെ R2. അപ്പോൾ V1 ഈക്വൽസ് V2. B, V1 ഈസ് ഡിഫറൻറ്റ് ഫ്രം V2. C, I1 ഈസ് ഡിഫറൻറ്റ് ഫ്രം I2. D, V1 ഈക്വൽസ് V2 ആൻഡ് I1 ഈക്വൽസ് I2. ഇതാണ് ഫിഗർ. പേപ്പറിന് വെളിയിലോട്ട് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണ് ഈ ലൂപ്പ് വെച്ചിരിക്കുന്നത്. അത് ഡോട്ട് ഇട്ട് കാണിച്ചിരിക്കുന്ന ബി ഈസ് ഔട്ട് ഓഫ് ദി പേപ്പർ. അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫീൽഡ്. അപ്പോൾ ഇൻഡക്ഷൻ നടക്കും. ഈ ലൂപ്പിൽ 2 റെസിസ്റ്റൻസസ് ഉണ്ട്, R1ഉം R2. ഇത് ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജാണ് V1, ഇത് ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജാണ് V2. ഇതിൽ ഏത് ചോയ്സ്? ഫസ്റ്റ് ചോയ്സ് V1 ഈക്വൽസ് V2 ആണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാകും, ക്ലോസ്ഡ് പാത്ത് ആയതുകൊണ്ട്. ഈ ഇൻഡ്യൂസ്ഡ് കറണ്ട് സെയിമാണ്, കാരണം ഇവിടെ ബ്രാഞ്ചിങ്ങിന് വേറെ വഴിയൊന്നുമില്ലല്ലോ. ഒരു കറണ്ട് തന്നെയായി സർക്യൂട്ട് ഈ ലൂപ്പിൽ ഒഴുകുന്നത്. അപ്പോൾ ഇതിൻ്റെ വോൾട്ടേജ് ദാറ്റ് കറണ്ട് ഇൻറ്റു R1. കറണ്ട് സെയിമാണ് രണ്ടിലും. അപ്പോൾ അത് I എന്നിരിക്കട്ടെ, ഇൻഡ്യൂസ്ഡ് കറണ്ട്. അപ്പോൾ ഇതിൻ്റെ വോൾട്ടേജ് R1, ഇതിൻ്റെ വോൾട്ടേജ് R2. R1ഉം R2ഉം ഡിഫറൻ്റ് ആയതുകൊണ്ട് V1ഉം V2ഉം ഡിഫറൻ്റ് ആയിരിക്കും. കറണ്ട് സെയിമാണ്, പക്ഷേ വോൾട്ടേജ് രണ്ടിൻ്റെ ഡിഫറൻ്റാണ്, കാരണം റെസിസ്റ്റൻസ് രണ്ടും വ്യത്യസ്തമാണ്. IR1ഉം IR2. സോ V1 ഈസ് ഡിഫറൻറ്റ് ഫ്രം V2. ചോയ്സ് ഈസ് B. Another one. An inductance coil of resistance 0 and self-inductance capital L is connected in series with an ohmic resistance capital R and a battery of EMF E, italics E, is connected across the combination as shown in the figure. Choose the correct statement. ഇതാണ് ഫിഗർ. ഇതിൻ്റെ EMF E, ഇത് റെസിസ്റ്റൻസ് 0ഉം സെൽഫ് ഇൻഡക്റ്റൻസ് L ഉള്ളൊരു കോയില്, ഇത് റെസിസ്റ്റൻസ്. ഈ പോയിൻ്റ് A, ഈ പോയിൻ്റ് B, ഈ പോയിൻ്റ് C. സ്വിച്ച് S സ്വിച്ചാണ്. ഞാൻ ചോയ്സ് വായിക്കുന്നു. ചോയ്സ് A, VAB, എക്കും ബിക്കും ഇടയ്ക്കുള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ കോയിലിൻ്റെ വോൾട്ടേജ്. VAB ഈക്വൽസ് E, EMF, ബാറ്ററിയുടെ EMF E, കോമ VBC ഈക്വൽസ് 0 at the instant the switch is closed. സ്വിച്ച് ക്ലോസ് ചെയ്യുന്ന ഉടൻ VAB ഈക്വൽസ് EMF ഓഫ് ദി ബാറ്ററി. ബാറ്ററിയുടെ EMFന് തുല്യമായ വോൾട്ടേജ് ഇൻഡക്റ്റൻസ് കോയിലിൽ വരുന്നു. VBC റെസിസ്റ്റൻസിൻ്റെ വോൾട്ടേജ് 0. ഇതാ ചോയ്സ് A. ചോയ്സ് B, VAB ഈക്വൽസ് 0, VBC ഈക്വൽസ് E at the instant the switch is closed. C, VAB ഈക്വൽസ് VBC ഈക്വൽസ് 0 at the instant SC is closed. D, VAB ഈക്വൽസ് VBC ഈക്വൽസ് E/2 at the instant S is closed. ആദ്യം പറഞ്ഞിരിക്കുന്ന ചോദിക്ക് VAB ഈക്വൽസ് 0, VBC ഈക്വൽസ് VAB ഈക്വൽസ് E, VBC ഈക്വൽസ് 0 at the instant the switch S is closed. ഓക്കെ, സ്വിച്ച് ഇത് ക്ലോസ് ചെയ്യുന്ന മോമെൻറ്റിൽ ഇതിൽ കറണ്ട് സർക്യൂട്ടിൽ അങ്ങോട്ട് ഒഴുകാൻ തുടങ്ങുക. ഉടനെ ഇത് സെൽഫ് ഇൻഡക്ഷൻ ഇവിടെ പ്രത്യക്ഷപ്പെടും, സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF. ഈ സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF അപ്പം മാക്സിമമാണ്, കാരണം അനങ്ങാതിരുന്ന് കോയിലിൽ കൂടെ ഒരു കറണ്ട് ഒഴുകാൻ ബാറ്ററി കറണ്ട് വിടാൻ തുടങ്ങുന്ന മോമെൻ്റ് ആ സമയം സ്വിച്ച് ക്ലോസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇത് ബാറ്ററിയുടെ EMFനെ ഇത് ശക്തമായിട്ട് എതിർക്കും സെൽഫ് ഇൻഡക്ഷൻ കൊണ്ട്. എന്ന് പറഞ്ഞാൽ ഇതിൽ
സെൽഫ് ഇൻഡക്ഷൻ മൂലം ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജ് ഈ ഫുൾ ഇ എം എഫിന് തുല്യമാകും. അപ്പോൾ ആരംഭത്തിൽ വി എ ബി ഇക്ക് തുല്യമായിരിക്കും. വി എ ബി ഇതിന് തുല്യമാണ്. അപ്പോൾ കറണ്ട് സർക്യൂട്ടിലില്ല, കാരണം ഫുള്ളായിട്ട് ഇതിനെ ഒപ്പോസ് ചെയ്തിരിക്കുക, തടഞ്ഞിരിക്കുക ആദ്യം. അപ്പോൾ സർക്യൂട്ടിൽ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് റെസിസ്റ്റൻസിൻ്റെ വോൾട്ടേജ് വി ബി സി എന്ന് പറഞ്ഞാൽ IR അത് സീറോയാണ്. അപ്പം തുടക്കത്തിൽ കറണ്ട് സീറോ ആയിരിക്കും. സെൽഫ് ഇൻഡക്ഷൻ്റെ പാരമ്യത്തിലാണ് മാക്സിമം സെൽഫ് ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ്. അപ്പോൾ ഈ മാക്സിമം സെൽഫ് ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് ഈ ബാറ്ററിയുടെ ഫുൾ ഇ എം എഫിനെ എതിർക്കാൻ വേണ്ടി ഉള്ള EMF ഇവിടെ ഡെവലപ്പ് ചെയ്യും. അത് ഇതിൻ്റെ ഇവിടെ പ്ലസ് ആയിട്ട് ഇതിനെ ഒപ്പോസ് ചെയ്യും. ബാറ്ററി കറണ്ട് വിടാതിരിക്കാൻ ഈ കോയിൽ പരമാവധി ശ്രമിക്കും. ഏറ്റവും മാക്സിമം ഓപ്പോസിഷൻ കൊടുക്കുന്നത് ആരംഭത്തിലാണ്. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ചോയ്സ് വി എ ബി ഈക്വൽസ് ഇ ആൻഡ് വി ബി സി ഈക്വൽസ് 0 അറ്റ് ദി മോമെൻറ്റ് ദി സ്വിച്ച് എസ് ഈസ് ക്ലോസ്ഡ്. അതാണ് ചോയ്സ്. Thank you.